ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിതേ ഒന്ന് ഭീമ സിൽവർ വരെ വന്നതാണ്. നമുക്കൊരു സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ നേരെ പോയത് റഹ്മാനിയ ബിരിയാണിയിലേക്കാണ്. ഇവിടെ നിന്ന് ഓൾറെഡി പാറുവിന് പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ നമ്മൾ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. കിടിലം ബിരിയാണിയാണ്. നമ്മൾ മിക്കപ്പോഴും ഓർഡർ ചെയ്യാറുണ്ട്, വന്ന് കഴിക്കൽ കുറവാണ്. അപ്പോൾ ഇന്ന് നമ്മളിതേ ഒന്ന് മട്ടൻ ബിരിയാണി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ ഇത് ചുണ്ണൂൻ്റെ ഡേ കെയർ ആണ്. രാവിലെ അവൻ ആക്കാൻ വേണ്ടിയിട്ട്, ഇന്ന് അവൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു ഡേ കെയറിൽ. പക്ഷേ രാവിലെ ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഞങ്ങളതേ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. എന്തായിരിക്കും അവൻ്റെ അവസ്ഥയെന്നുള്ള അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയിലാണ് ഞാനും അമ്മയും പോകുന്നത്. കാരണം ആദ്യമായിട്ടാണ് നമ്മൾ ആരും അടുത്തില്ലാണ്ട് അവൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വർക്കിന് ഇരുന്നിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. അവൻ എന്തായിരിക്കും, കരയാണോ അല്ലെങ്കിൽ അവൻ ഓക്കെ ആണോ എന്നൊക്കെ ഓർത്തിട്ട് വൈകുന്നേരം അവൻ ഞാൻ വളരെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ ദേ ഞാനും അമ്മയും കൂടി അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ച ഇതാണ്. ആദ്യം എനിക്ക് കണ്ടപ്പോൾ സങ്കടം വന്നിട്ടുണ്ടായിരുന്നു. ഒരു കസേരയിൽ അനങ്ങാതിരിക്കുമായിരുന്നു. നമ്മളെ കണ്ട സമയത്ത് തന്നെ ഓടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേച്ചിമാരൊക്കെ പറയുകയാണ്, അമ്മമ്മേനെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്, അമ്മമ്മയുടെ അടുത്ത് പോകണം എന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയുകയാണ്. പിന്നെ അവരോട് ബായൊക്കെ അവൻ പറയുന്നുണ്ട്, നാളെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ ആൾക്ക് അങ്ങോട്ട് ഇതൊന്നും ആദ്യത്തെ ദിവസവും കൂടിയാണല്ലോ, അപ്പോൾ ഒന്ന് സെറ്റായി വരാൻ ടൈം എടുക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ അവനെ ആയിട്ട് നിലത്തോട്ട് പോവുകയാണ്. ഇത് അമ്മയുടെ ഓഫീസിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഡേ കെയർ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ ആക്കിയത്. ഇതാകുമ്പോൾ അമ്മ അടുത്തുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും വന്ന ടൈമിലാണ് അവനെ പിക്ക് ചെയ്യാറുള്ളത്. കാരണം അതാകുമ്പോൾ പിന്നെ നമ്മൾ വണ്ടിയിൽ അങ്ങോട്ട് കൊണ്ടുവരുമല്ലോ. പാറു വരുമ്പോൾ എന്തായാലും 5:30 ആവും. അപ്പോൾ രാവിലെ അവളാണ് ആക്കിയിട്ട് പോകുന്നത്, നമ്മളാണ് അവനെ പോലെ എടുക്കാറുള്ളത്. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിൽ കയറിയായിരുന്നു. അവന് ചോക്ലേറ്റ്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മുണ്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അച്ഛനും ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. കാരണം അച്ഛൻ ഇങ്ങനത്തെ മുണ്ടുകളാണ് ഉടുക്കാറുള്ളത്. അപ്പം നമ്മൾ മിക്കപ്പോഴും വിഷു, ഓണം അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തായാലും പുതിയ മുണ്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് നമ്മൾ ആ ഓർത്ത് പറഞ്ഞത്. പിന്നെ നമ്മൾ ദേശി കുപ്പിയിൽ കയറിയത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ചോക്ലേറ്റ് ഫഡ്ജ്. ഷുഗർ കട്ടാണെന്നൊക്കെ പറയുമെങ്കിലും ഞാനിതിന് അഡിക്റ്റാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇടുന്ന ഓരോ വീഡിയോ ഒക്കെ എടുത്തിട്ട് അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ